ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫൈസീൻ. ബഹുമാനമുള്ള വേദിയിലെ ഉസ്താദുമാർ, ഉമറാക്കൾ, ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ, ഉറൂസ് കമ്മിറ്റിയുടെ ഒക്കെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ഈ സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സിയാറത്തിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല മഹാന്മാരുടെ മഹബത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ച് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മൾ ഈ ഉറൂസിനൊക്കെ പങ്കെടുക്കുന്നത് ഇവിടെ വന്ന് തിരിച്ച് പോകുമ്പോൾ വന്നതിനേക്കാളും ഈമാനികമായി ഒരു ഉയർച്ചയും ഉണർവും നമുക്ക് ലഭിക്കണമെന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് അടുക്കുമ്പോൾ റജബ് മാസത്തിൽ നമ്മൾ അല്ലാഹുവിനോട് റമദാനിലേക്ക് എത്തിക്കണമെന്ന് ദുആ ചെയ്യുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ റമദാനിനെ സ്വീകരിക്കാൻ, വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ ഉറൂസ് സംഗമങ്ങൾ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളെക്കാളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കുമ്പോഴാണ് ഈ ഉറൂസുകളൊക്കെ നമുക്ക് അർത്ഥവത്താകുന്നത്. അല്ലാഹുവിൻ്റെ വദക്കിറുഹും ബി അയ്യാമില്ല എന്ന് മഹാന്മാർ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ടൊക്കെ പറയുന്നത്, അല്ലാഹുവിൻ്റെ മഹാന്മാരുമായിട്ട് അല്ലാഹുവിൻ്റെ ദിവസങ്ങൾ, അല്ലാഹു സഹായിച്ച, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഈ തദ്കിറത്തിന് വേണ്ടിയാണ്. ആളുകളെ അല്ലാഹുവിനെ പറ്റിയുള്ള ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നൊക്കെ ഭൗതിക ലോകത്താണ്. ഭൗതികമായ ലക്ഷ്യങ്ങളും ജീവിതത്തിൻ്റെ സുഖാഡംബരങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇതുപോലെയുള്ള സദസ്സുകൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ വലിയൊരു നമ്മുടെ അല്ലാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഖുർആൻ ഓതാൻ നമുക്കുള്ള താല്പര്യം എന്ന് പറയുന്നത്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനിത് പറയുന്നത് റമദാനിൻ്റെ ഈ തൊട്ട് മുമ്പ് റമദാനിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ മാനസികമായി തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ആളുകളുമായിട്ടുള്ള, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ തീർത്ത് മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നമുക്ക് ഈ സമയത്ത് തുടങ്ങേണ്ടതുണ്ട്. തെറ്റുകളിൽ നിന്നൊക്കെ മാറി ഭൗതികമായ അത്യാഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് പരലോകത്തിനെ പറ്റിയുള്ള ചിന്ത നമ്മൾ അധികരിപ്പിച്ചുകൊണ്ട് റമദാനിലേക്ക്, എന്നാലേ നമുക്ക് റമദാൻ ഉപകാരപ്പെടുന്ന രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഫഖദുൽ ഹലാവത ഫീ സലാസ്, നീ അല്ലാഹുവിന്റെ വാതിൽ നിന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റ് മഹാനവറുകൾ പറയാണ്. നീ മധുരമുണ്ടോ എന്ന് നീ അന്വേഷിക്കേണ്ടത് 3 കാര്യങ്ങളിലാണ്. 3 കാര്യങ്ങളിൽ നീ അന്വേഷിക്കണം, നിനക്കതിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. ഒന്ന്, ഫിൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോൾ നിനക്ക് അതിന്റെ ലദ്ദത്ത്, ഹലാവത്ത് അനുഭവിക്കാൻ, ടേസ്റ്റ്, ആ ഖുർആനിന്റെ രസം, അതിന്റെ ആസ്വാദനം നിനക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് അല്ലാഹുവിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ്. രണ്ടാമത്തത് നിസ്കാരമാണ്. നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആസ്വദിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിസ്കാരം അരിഹ് നഫ്സക, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ എന്ന് പറയും. നിസ്കരിച്ചിട്ട് ആസ്വദിച്ച് അത് എൻജോയ് ചെയ്യുന്ന ഒരു നിസ്കാരം എന്ന് പറയുന്ന ഖുർറത്തു ഐനി ഫിസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ സംതൃപ്തിയും സന്തോഷവും കിട്ടുന്ന നിസ്കാരം.
നിനക്ക് കഴിയുന്നുണ്ടോ? നേരത്തെ ഇവിടെ പറഞ്ഞു തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയങ്ങളിലൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള സന്തോഷവും രസവും ആ ടേസ്റ്റും അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തത് മഹാനവറുകൾ പറയുന്നത് ദിക്റാണ്. ദിക്ർ ചൊല്ലാൻ നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ, ദിക്ർ ചൊല്ലാൻ നിനക്ക് രസമുണ്ടെങ്കിൽ, ദിക്ർ ഇങ്ങനെ ദാഖിറായിട്ട് നടക്കാൻ ജീവിക്കാൻ നിനക്ക് അതിന്റെ രസം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിനക്ക് യാത്ര ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നിനക്ക് കഴിയും. അങ്ങനെയല്ലെങ്കിൽ നിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഫൽ ബാബു മുഗ്ലഖുൻ, വാതിലടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദിക്റിലും ഹലാവത്ത് നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. മഹാനായ ഒരു സ്വാലിഹായ സൂഫി വര്യനായ ഒരു മഹാനോട് ചോദിക്കുന്നുണ്ട് ആളുകൾ, എന്താണ് നിസ്കാരത്തിനും ദിക്റിനൊക്കെ ഹലാവത്ത് കിട്ടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നിസ്കാരത്തിനൊരു രസം കിട്ടാത്തത്, ദിക്റിന് ഇബാദത്തിനൊന്നും ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയുന്നത്, നീ ഇബ്ലീസിന്റെ മകളെ നീ നിന്റെ അടുക്കൽ താമസിപ്പിച്ചിരിക്കുകയാണ്, നീ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇബ്ലീസ് ഒരു ബാപ്പ മകളെ സന്ദർശിക്കാൻ വന്നുകൊണ്ടേയിരിക്കുമല്ലോ. മക്കളെ മംഗലം കഴിച്ചാലും കെട്ടിച്ചു വിട്ടാലും ബാപ്പ അങ്ങനെ മകളെ വീട്ടിലേക്ക് ഇടക്കിടക്കൊക്കെ പോയി നോക്കും. എന്നതുപോലെ ഇബ്ലീസിന്റെ മകൾ നിന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവുമായിട്ട് നിന്റെ ഖൽബിൽ നീ കുടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഇബ്ലീസ് ഇങ്ങനെ മകളെ സന്ദർശിക്കാൻ, ദുനിയാവിലേക്ക് ഇങ്ങനെ സന്ദർശിക്കാൻ വരുമ്പോ നിന്നെ പഴപ്പിച്ചിട്ട് നിന്റെ ഖൽബ് നാശാക്കിയിട്ടേ പോകുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് നിന്റെ ഖൽബിൽ ഇതിന്റെ ഒക്കെ ഹലാവത്ത് നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് സ്വാലിഹീങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ദുനിയാവിനെയും ആഖിറത്തിനെയും മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഖുർആൻ പഠിപ്പിച്ച ആ മാനദണ്ഡത്തിൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ ഞാൻ വിശദീകരിച്ച് പറയല്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, മൊബൈലിന്റെയും മറ്റുള്ള സോഷ്യൽ മീഡിയകളുടെ ഒക്കെ ഈ അമിതമായ ഉപയോഗത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഒന്നൊന്ന് ആശ്വാസത്തോടുകൂടെ ഖുർആൻ ആസ്വദിച്ചു ഓതാൻ കഴിയുന്നില്ല, ദിക്റിന്റെ ഹലാവത്ത് അനുഭവിക്കാൻ കഴിയുന്നില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് സമയനിഷ്ഠ പാലിച്ച് സമയബന്ധിത സമയത്തിന് നമ്മളെ മുഴുവൻ സമയങ്ങളും ഇതിനു വേണ്ടി ചെലവഴിക്കാതെ ഈ മൊബൈൽ ഫോൺ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ നിയന്ത്രണം പാലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ, നമ്മുടെ നിസ്കാരങ്ങൾ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഈ പരിപാടി ഉറൂസ് മഹാന്മാരുമായി ബന്ധപ്പെട്ട ഈ പരിപാടികളിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ഈമാനികമായ നമ്മുടെ പുരോഗതി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സദസ്സിനെ സ്വീകരിക്കട്ടെ. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഒരു ഫാത്തിഹ മഹാനവറുകളുടെ പേരിൽ ഓതി അദിയ ചെയ്തു ഞാൻ അവസാനിപ്പിക്കുകയാണ്. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. സദഖല്ലാഹ്. നമ്മൾ ഓതിയതിൻ്റെ സവാബ് മഹാനവറുകളുടെ ഹദറത്തിലേക്ക്, ഇവിടുത്തെ ഔലിയാക്കന്മാരുടെ ഹദറത്തിലേക്ക് അള്ളാഹു ചേർക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, ഇവിടുത്തെ ഔലിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. എല്ലാ അഅദായിൽ നിന്നും എല്ലാ ളാലിമീങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും കുടുംബങ്ങളെയും നമ്മുടെ സമുദായത്തിനെയും അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെയൊക്കെ ഖൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിൽ നിന്നും ദലാലത്തിൽ നിന്നും ഒക്കെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. അള്ളാഹു പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.